അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിനായിട്ട് അത്യാവശ്യം വലുപ്പമുള്ള 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നേന്ത്രപ്പഴം എടുക്കുന്ന സമയത്ത് ഇതുപോലെ തൊലി കറുത്തിട്ടുള്ള നേന്ത്രപ്പഴം നോക്കിയെടുക്കുക. എന്നാൽ മാത്രമേ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല ഹെൽത്തിനും നല്ലതാണ്. ഇതുപോലെ തൊലി കറുത്തിട്ട് നമ്മൾ കളയാനൊക്കെ വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം നല്ലതുപോലെ പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം എടുക്കാം. ഇനി ഈ നേന്ത്രപ്പഴത്തിന്റെ തൊലിയെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ നേന്ത്രപ്പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 എടുക്കാം. മീഡിയം സൈസ് നേന്ത്രപ്പഴം ആയതുകൊണ്ടാണ് 2 എടുത്തിട്ടുള്ളത്. അപ്പോൾ നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് വേണ്ടത് വെർമസല്ലിയാണ്. ഞാനിവിടെ റാഗിയുടെ വെർമസല്ലിയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് വെർമസല്ലിയാണ് എടുത്തിട്ടുള്ളത്. സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. അധിക വിലയൊന്നും ഉണ്ടാവില്ല. ഹെൽത്തിനൊക്കെ ഒരുപാട് നല്ലതാണ്. അപ്പോൾ 2 കപ്പ് വെർമസല്ലിയാണ് ഇത് എടുത്തിട്ടുള്ളത്. റാഗി വെച്ചിട്ടുള്ള വെർമസല്ലി വെച്ചിട്ട് ഒരുപാട് നമുക്ക് പലഹാരങ്ങൾ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കശുവണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടെ എടുത്തിട്ടുണ്ട്. നെയ്യിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. കശുവണ്ടിയും ഉണക്കമുന്തിരിയും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നിലക്കടല ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. കശുവണ്ടിയുടെ നിറമൊക്കെ മാറി ഉണക്കമുന്തിരിയൊക്കെ വീർത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. പഴമൊക്കെ ഒന്ന് വയന്ന് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ നല്ല പഴുത്തിട്ടുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് വയന്ന് വന്നോളൂ. പഴത്തിൻ്റെ നിറമൊക്കെ മാറി എല്ലാം ഒന്ന് പഴമൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ചിരകിയ തേങ്ങയാണ് ചേർക്കുന്നത്. തേങ്ങയും കൂടെ ചേർത്തിട്ട് തേങ്ങയുടെ വെള്ളത്തിൻ്റെ നനവൊക്കെ മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. തേങ്ങയുടെ വെള്ളത്തിൻ്റെ നനവൊക്കെ മാറി നല്ലോണം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ പഴമൊക്കെ അത്യാവശ്യം നല്ലോണം വാടി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പ്രസ് ചെയ്ത് ഒന്ന് ഉടച്ചെടുക്കുക. ഒരുപാട് അങ്ങ് പേസ്റ്റ് പരുവത്തിന് ഉടച്ചെടുക്കരുത്. ചെറിയ ചെറിയ കഷ്ണങ്ങളോട് കൂടി ഒന്ന് ഉടച്ചെടുക്കുക. നല്ലതാണ്. ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെറൈറ്റി ആയിട്ട് നമ്മൾ കുറച്ച് കളർഫുള്ളാക്കി തയ്യാറാക്കി കൊടുക്കുന്ന സമയത്ത് അവർ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റും വെറൈറ്റി ആയിട്ടൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിൽ തന്നെ നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച റാഗിയുടെ വെർമസല്ലി ചേർത്ത് കൊടുക്കാം. 2 കപ്പ് വെർമസല്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇനി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നേരിയതായിട്ടുള്ള വെർമസല്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. അപ്പോൾ വെർമസല്ലി ഒരു 2 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാടിട്ട് ഇളക്കി പൊടിക്കരുത്. മെല്ലെ ഒന്ന് ഇതുപോലെ ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തിളച്ച വെള്ളമാണ്. ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നേരിയ വെർമസല്ലി ആയതുകൊണ്ട് ഒരുപാട് വേവൊന്നുമില്ല. എന്നിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. വെർമസല്ലി വെന്തിട്ടുണ്ടോ എന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും തിളച്ച വെള്ളം ഒരു 1/2 കപ്പ് ഒഴിച്ചിട്ട് വേവിച്ചിട്ട് എടുക്കുക. നമ്മളൊന്ന് ഇതെടുത്തിട്ട് പ്രസ് ചെയ്ത് നോക്കുന്ന സമയത്ത് അറിയാൻ പറ്റും നല്ലോണം വെന്തിട്ടുണ്ടത്. ഇതുപോലെ പ്രസ്സായി വരുന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ്. ഞാനിപ്പോൾ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 1 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് നേരിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കല്ലും മണ്ണും ഉള്ള ശർക്കര ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയിട്ട് അരിച്ച് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇത് അത്യാവശ്യം ഒരു നോർമൽ മധുരമാണ്. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ശർക്കര വരെ എടുക്കുക. മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെർമസല്ലി അത്യാവശ്യം നന്നായിട്ട് വെന്തതിന് ശേഷം ഒരുപാടൊന്ന് വെന്ത് കുഴഞ്ഞു പോലും നമ്മൾ കൈവച്ച് പ്രസ് ചെയ്ത് നോക്കുന്ന സമയത്ത് വെന്തിട്ടുണ്ടാവണം. എന്നിട്ട് വേണം ശർക്കര ചേർത്ത് കൊടുക്കാൻ. അല്ല ശർക്കര ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ വെർമസല്ലി വെന്ത് കിട്ടില്ല.
അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ശർക്കരയെല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മധുരം ഒന്നും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടി പോയത് 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ ആ സീഡ് മാത്രം പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഏലക്കയും പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ചതാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ചുക്കുപൊടിയാണ്. ചുക്കുപൊടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചുക്കുപൊടിയും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ചെറിയ ജീരകത്തിന്റെ പൊടി ചേർക്കുന്നില്ല. ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഏലക്കാപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ 2-3 ഏലക്കയുടെ തൊണ്ട് മാറ്റിയിട്ട് അതിന്റെ സീഡ് മാത്രം തല്ലി ചതച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പഴം വഴറ്റി വെച്ചില്ലേ അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. പാനിൽ നിന്ന് വിട്ട് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് പാനിൽ നിന്നൊക്കെ ഇതുപോലെ വിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പം ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ഇതാ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വാഴയിലയാണ്. ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് വാട്ടി എടുത്തിട്ടുള്ള വാഴയിലാണ്. ആവശ്യത്തിനുള്ള മിക്സ് വെച്ച് കൊടുക്കുക. എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള മിക്സ് വെക്കുക. മിക്സ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എല്ലാ വശവും ഒന്ന് ലെവൽ ചെയ്ത് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് വാഴയിലൊന്ന് മടക്കി കൊടുക്കാം. 2 സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഈ ഏറ്റവും ഒന്ന് മടക്കി കൊടുക്കുക. ഈ ഏറ്റവും ഒന്ന് മടക്കി കൊടുക്കാം. ഈ ഒരു രീതിക്ക് മടക്കി എടുക്കുക. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കുക. ഇതൊന്ന് ആവിയേറ്റ് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് നമുക്ക് ആവിയേറ്റ് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു 6 മിനിറ്റ് ആവിയേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ജസ്റ്റ് ഇതിൻ്റെ ചൂട് മാറിയിട്ട് ഇഡ്ഡലി ചെമ്പിൽ നിന്ന് പുറത്തെടുത്ത് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്ക് എന്തായാലും ഉറപ്പായിട്ടും ഇഷ്ടമാകും. അപ്പോൾ അത് കണ്ടില്ല, അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റാഗി വെർമസെല്ലി വെച്ചിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്